ഇത് വീട്ടിൽ ചെറിയൊരു പരിപാടി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു സദ്യയാണ്. അങ്ങനെ അവിയലും മത്തങ്ങ വൻപയറും സാമ്പാറും പുളിശ്ശേരിയൊക്കെ ഉണ്ടായി. അങ്ങനെ ആദ്യം തന്നെ ആ സാമ്പാറും ചോറും കൂട്ടി നന്നായിട്ട് കുഴച്ച് കഴിച്ച്, അതിനുശേഷം ആ പുളിശ്ശേരിയും ആ ചോറും കൂട്ടി കഴിച്ച്, അങ്ങനെ ആ മത്തങ്ങയും പയറും ആ ഇഞ്ചിക്കറിയും പാവക്കക്കറിയും ആ അവിയലും എല്ലാം കൂടി കുഴച്ച് നന്നായിട്ട് കഴിച്ചായിരുന്നു. സംഭവം അടിപൊളിയായിരുന്നു. പിന്നീട് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ആ ബീഫ് ഫ്രൈയും സാമ്പാറും ചോറും കൂടി കഴിച്ച് സംഭവം ഉഷാറായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനം പ്രധാനപ്പെട്ട ഐറ്റം വന്നു. 2 പപ്പടവും ഗോതമ്പ് പായസവും ചെറുപഴവും ഇതെല്ലാം കൂടി കൂട്ടി നന്നായിട്ട് കുഴച്ച് സമാധാനത്തിന് ആസ്വദിച്ച് വെച്ച് സംഭവം കിടുക്കി എന്ന് തന്നെ പറയാം. അടിപൊളി പായസം പറഞ്ഞു. അതിനുശേഷം വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി പൂരി കഴിക്കാൻ വേണ്ടി പനങ്ങനാടുള്ള ഹോട്ടലിലെത്തി. അവിടെ നിന്ന് പൂരി ഓർഡർ ചെയ്ത് ആ പൂരിയിൽ നിന്ന് കുറച്ചെടുത്ത് ആ ഉരുളക്കിഴങ്ങ് മസാലയിലോട്ട് അങ്ങോട്ട് മുക്കി കഴിച്ചു. അതിനുശേഷം ആ പൂരിയിൽ നിന്ന് കുറച്ചെടുത്ത് ആ തേങ്ങാ ചട്നിയിലോട്ട് മുക്കി കഴിച്ചാൽ, അതിനുശേഷം ഉഴുന്നുവടയും തേങ്ങാ ചട്നിയും പൂരി മസാല എല്ലാം കൂടി കഴിച്ചായിരുന്നു. സംഭവം അത്യാവശ്യം കൊള്ളായിരുന്നു. ആ പൂരി ഒരു അവറേജ് മാത്രം ഉണ്ടായുള്ളായിരുന്നു. പൂരി മസാല അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല, തേങ്ങാ ചട്നിയും കുഴപ്പമുണ്ടായില്ല. അങ്ങനെ അവിടെ നിന്ന് നേരെ കളമശ്ശേരിയിലുള്ള ബിരിയാണി ചെമ്പിലോട്ട് പോകുന്ന ഉച്ചയായി സ്വാഭാവികമായിട്ട് വിശക്കുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് ആദ്യം തന്നെ റൈസ് മാത്രം കഴിച്ച്, അതിനുശേഷം ചിക്കൻ പീസും റൈസും മസാലയും കൂടി കൂട്ടി കഴിച്ച്, പിന്നീട് പതിവ് പോലെ തന്നെ കച്ചമ്പറും അച്ചാറും ചിക്കൻ പീസും റൈസും കൂടി കഴിച്ച്. അപ്പോൾ എടുത്തു പറയാനുള്ളത് ആ റൈസ് നല്ലതായിരുന്നു. പിന്നീട് ഹെവി ഫീൽനെസ് ഉണ്ടാവും ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ. ചിക്കൻ അത്രക്കങ്ങ് പോരായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഒന്ന് കൂളാകാൻ വേണ്ടി ഒരു പാൽ സർബത്ത് വാങ്ങിച്ച്. ഇത് എടപ്പള്ളിയിലുള്ള ചങ്ങമ്പുഴ പാർക്കിൻ്റെ അടുത്തുള്ള ഒരു കടയാണ്. അപ്പോൾ പാൽ സർബത്ത് എങ്ങനെ ഉണ്ടായെന്ന് പറയുന്നത് അത്യാവശ്യം അവറേജ് താഴെയാണെന്ന് തന്നെ പറയാം. അങ്ങനെ ഏകദേശം കറങ്ങിത്തിരിഞ്ഞ് വൈകുന്നേരമായി. അങ്ങനെ ചായ കുടിക്കാനുള്ള പുറപ്പാടിലായി. ഇത് പുക്കാട്ടുപടിയിലെ ഒരു ചായക്കടയാണ്. ഇവിടെ നിന്ന് ഒരു മുളക് വടയും ഒരു സുഖിയനും ഓർഡർ ചെയ്ത്. സുഖിയൻ അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല, പക്ഷേ മുളക് വട അടിപൊളിയായിരുന്നു തന്നെ പറയാം. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നേരെ എടപ്പള്ളി തന്നെ എത്തി. അങ്ങനെ നോക്കുമ്പോൾ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ അൺലിമിറ്റഡ് നെയ്ച്ചോറെന്നും പറഞ്ഞ് ഇതേക്കാണ്, അൺലിമിറ്റഡ് ബീഫ് ബിരിയാണി എന്നും പറഞ്ഞ് ഇതേക്കാണ്. അങ്ങനെ ഞാൻ നേരെ ഒരു നെയ്ച്ചോറും ബീഫ് കറി ഓർഡർ ചെയ്ത് ആദ്യം നേരം പതിവ് പോലെ റൈസ് മാത്രം കഴിച്ച്, പിന്നീട് ആ പരിപ്പും റൈസും കൂടി കഴിച്ച്, അതിനുശേഷം ആ ബീഫ് കറി ആ റൈസിലോട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കഴിച്ച്, അതിനുശേഷം ആ പരിപ്പും ആ ബീഫ് കറിയും ആ അച്ചാറും കച്ചമ്പറും എല്ലാം കൂടി ഇട്ട് കുഴച്ച് കഴിച്ച്. ഈ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടായെന്ന് പറയുകയാണെങ്കിൽ നെയ്ച്ചോറ് നല്ലതായിരുന്നു. ബീഫ് കറി അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല. പിന്നെ പരിപ്പ് കറി അടിപൊളിയായിരുന്നു. ബാക്കിയെല്ലാം അത്യാവശ്യം കൊള്ളായിരുന്നു.